ഇന്ത്യയുടെ തല ഒരു മറുപടി കൊടുത്തിരിക്കുന്നു. കശ്മീരിന്റെ ഭരണം തിരിച്ചുപിടിച്ച ഇന്ത്യ മുന്നണിക്ക് പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ആശംസകളും നേരാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ചെറിയ ജയമായി കാണരുത്. കശ്മീരിനെ വരുതിയിലാക്കുന്നതിന് വേണ്ടി ആ ജനതയുടെ എത്രത്തോളം താല്പര്യങ്ങളെയാണ് അവർ ബലി കഴിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം. അതൊരു പ്രദേശത്തെ ജനങ്ങൾ, വെറും ന്യൂനപക്ഷ പ്രദേശത്തെ ജനങ്ങൾ മാത്രം കഴിയുന്ന ഒരു മണ്ണായിട്ട് അതിനെ കാണരുത്. കശ്മീരി പണ്ഡിറ്റുകൾ തൊട്ട് അവിടെയുള്ള സർവരും ഈ പറയുന്ന നീക്കങ്ങൾക്കെതിരായിട്ടുള്ള ജനാധിപത്യത്തിന്റെ വിജയമായി ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണണം. ഇന്ത്യ മുന്നണിയുടെ ചിറകിൽ ഈ നാട്ടിൽ നമ്മൾ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിജയങ്ങളിൽ ഒന്നായി കശ്മീരിൽ നമ്മുടെ വിജയം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിന് സംശയം വേണ്ട. കശ്മീരി ജനതയ്ക്ക് ഇങ്ങേ അറ്റത്തു നിന്ന് ഹൃദയം നിറഞ്ഞ ജനാധിപത്യ അഭിവാദ്യങ്ങൾ ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന്, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ നേരുകയാണ്. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് പരാജയം തീർത്തും അപ്രതീക്ഷിതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നാട് മുഴുവൻ നമ്മൾ ജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഏതാനും ചെറിയ സീറ്റുകളുടെ പേരിൽ നമുക്ക് പരാജയം നേരിടേണ്ടി വന്നു. പക്ഷെ രാജ്യത്തിന്റെ പുത്രിയെ, ഈ നാടിന്റെ അഭിമാനമായി മാറിയ മകളെ ഇന്ത്യ രാജ്യത്തിനകത്ത് നീതിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ തെരുവോരങ്ങളിൽ വലിച്ചഴച്ചപ്പോ, നീതിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അവരുടെ കായിക സ്വപ്നങ്ങളെ തകർത്തെറിയാൻ ഒരു ഭരണകൂടം കൂട്ടുനിന്നപ്പോ, അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുത്തപ്പോ, അവർ മെഡലുകൾ ഗംഗയിലെറിയുമെന്ന് പറഞ്ഞപ്പോ അതിന് 15 രൂപയുടെ വിലയുള്ളൂ എന്ന് പറഞ്ഞ് ആ മകളെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയപ്പോ അവസാനം ഒളിമ്പിക്സിന്റെ വേദിയിൽ അർഹതപ്പെട്ട മെഡല് 100 ഗ്രാമിന്റെ പേരിൽ നഷ്ടപ്പെടുമ്പോ അതിൽ സന്തോഷിച്ച RSSന്റെയും സംഘപരിവാറിന്റെയും ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി വിനേഷ് ഫോഗട്ടിനെ പോലുള്ള രാജ്യത്തിന്റെ പുത്രിമാരെ ജയിപ്പിച്ച മണ്ണുകൂടിയായി ഹരിയാന മാറിയിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അവഗണിക്കപ്പെടുന്നവരെ, തകർക്കപ്പെടുന്നവരെ ഇല്ലാതാക്കാൻ സംഘപരിവാറും RSSും ശ്രമിക്കുന്നവരെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് മുന്നോട്ട് പോകും. ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഒരു നാൾ കൊണ്ട് അവസാനിക്കുന്നത് ഒരു വിജയം കൊണ്ടോ പരാജയം കൊണ്ടോ നമുക്ക് നിർത്തിപ്പോരാവുന്നതോ അല്ല. ഈ പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നമ്മൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. കാശ്മീരിന്റെ മണ്ണിൽ അവിടെ RSSന്റെ പരിവാറിന്റെ ഫാസിസത്തെ തോൽപ്പിച്ചതുപോലെ അവരുടെ ബി ടീമിന്റെ ഫാസിസത്തെ 26 കേരളത്തിന്റെ മണ്ണിലും ഈ ജനത തൂത്തെറിയുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രതീക്ഷകളോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതടക്ക് വെച്ച് നിർത്തി പോകാവുന്ന ഒരു യുദ്ധമല്ല. ഇതടക്ക് വെച്ച് നിർത്തി തിരിഞ്ഞു നടക്കാവുന്ന ഒരു യുദ്ധമല്ല. ഇത് കേരളത്തിൽ പുറമെ RSS വിരോധം പ്രസംഗിക്കുകയും നടപടികളിലൂടെ അവരുമായി സന്ധി ചെയ്യുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ പോരാട്ടമല്ല. ഇത് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന ദിനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. പാലക്കാട് ഉൾപ്പെടെ എന്നോട് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ചോദിച്ചു, കരീം സാഹിബ്, രാവിലെ മാധ്യമങ്ങൾ മീഡിയ വന്നിട്ട് ചോദിച്ചു, അൻവർ പറഞ്ഞിട്ടുണ്ടല്ലോ തൃശൂരിൽ ഉണ്ടായതുപോലെ ഒരു നെക്സസ് പാലക്കാടും CPM-ഉം BJP-യും തമ്മിൽ ഉണ്ടാവും. പകരം ചേലക്കരയിൽ, മൗലവി ചേലക്കരയിൽ തിരിച്ചുമുണ്ടാകും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തൃശൂർ പൂരം ലക്ഷക്കണക്കിനായിട്ടുള്ള വിശ്വാസികൾ അവരുടെ ഹൃദയത്തിന്റെ ഏറ്റവും അകത്തളങ്ങളിൽ കൊണ്ടു നടക്കുന്ന ഒരു മഹാ ഉത്സവമാണ്. അതിന് വിശ്വാസത്തിന്റെ പിൻബലമുണ്ട്. അത് വിശ്വാസത്തിന്റെ ആ ജനതയെ ഒന്നായി ചേർത്തുന്ന ഒരു വലിയ പൊതുയിടവും സാംസ്കാരിക സംഗമവുമാണ്. ആ ജനത അതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കേരളമെമ്പാടുമുള്ള ജനങ്ങൾ അതിന് പ്രാധാന്യം നൽകുന്നുണ്ട്. ആ തൃശൂർ പൂരം 2 ദേവസ്വങ്ങൾ നേതൃത്വം നൽകി നടത്തുന്ന പൂരമാണ്. 2 അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങൾ നേതൃത്വം നൽകി വടക്കുന്നാഥന്റെ മുറ്റത്ത് നടത്തുന്ന ഒരു വലിയ കേരളത്തിന്റെ ഏറ്റവും വലിയ മേൽവിലാസമായ ഒരു ഉത്സവം. ആ ഉത്സവത്തെ ഒരു സീറ്റിന് വേണ്ടി ഒറ്റുകൊടുത്തിട്ട് അവിടെ സ്ഥാനാർത്ഥിക്ക് മാസ് എൻട്രി ഉണ്ടാക്കാൻ വേണ്ടി CPM-ന്റെ ഭരണകൂടവുമായി ഒത്തുകളിച്ച BJP-ക്കുള്ള തിരിച്ചടി പാലക്കാട് കരുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന മാധ്യമങ്ങളോട് ഞാൻ പറയാൻ ശ്രമിച്ചു.
അപ്പൊ തൃശൂർ പൂരത്തിന്റെ ഇവരുടെ ഒത്തുകളിയുടെ തിരിച്ചടി കൂടി പാലക്കാടിനാണ് വാലട്ട കൊടുക്കാൻ പോകുന്നത്. പാലക്കാട്ടെ ജനത BJPക്കും CPMനും മറുപടി പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പാലക്കാട് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആംബുലൻസിലെ എൻട്രി 14 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു പോലീസ് കമ്മീഷണർ അതിനെ നിരന്തരം ആ പൂരം കലക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ തലപ്പത്തിരുന്ന് അതിന്റെ തിരക്കഥയും സംവിധാനം ADGP കമ്മീഷണറെ അഴിഞ്ഞാടാൻ അനുവദിച്ചത്. ആ കമ്മീഷണറെ അഴിഞ്ഞാടാൻ ADGP അനുവദിക്കുമ്പോ അതിന്റെ തലപ്പത്തുള്ള DGPക്ക് നിശബ്ദനായി നിൽക്കേണ്ടി വന്നത്. അതിന്റെയും തലപ്പത്തുള്ള മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ചെറുവിരലനക്കാതെ തൃശൂരിന്റെ പൂരം കലക്കാൻ നിന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ കലക്കിയത് പൂരം മാത്രമല്ല, ഈ നാടിന്റെ ജനാധിപത്യ ബോധത്തെ, ഈ നാടിന്റെ രാഷ്ട്രീയ ബോധത്തെ, ഈ നാടിന്റെ മതേതര മൂല്യങ്ങളെ, ഈ നാടിന്റെ BJP വിരുദ്ധതയെ അതിനെ കൂടെ കലക്കാൻ പിണറായി വിജയൻ നിന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയുമായി കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുമ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല, ലീഗിന്റെ പ്രവർത്തകർ മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമല്ല, RSPയുടെ പ്രവർത്തകർ മാത്രമല്ല, ജനതാദളിന്റെ പ്രവർത്തകർ മാത്രമല്ല, CMPയുടെ പ്രവർത്തകർ മാത്രമല്ല, KDPയുടെ പ്രവർത്തകർ മാത്രമല്ല, JSSന്റെ പ്രവർത്തകർ മാത്രമല്ല, ഫോർവേഡ് ബ്ലോക്കിന്റെ പ്രവർത്തകർ മാത്രമല്ല, ഇത്തവണ വോട്ടിംഗ് മെഷീൻ മുമ്പിൽ വന്നാൽ ആത്മാർത്ഥതയുള്ള സഖാവും കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരുമെന്ന കാര്യത്തിന് ആർക്കെങ്കിലും ഈ നാട്ടിൽ സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല.